ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ GR. നമ്മുടെ ഓൺ എക്സാം ഒക്കെ അടുത്തെത്തി അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഫിസിക്സിലെ അടിപൊളി ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ. 3 capacitors C1, C2 and C3 are connected in series. Derive expression for effective capacitance അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്ത് അല്ലേ? അങ്ങനെയാണ് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയാലോ. യെസ്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് വരച്ചു വെക്കുക. ആൻഡ് നമ്മുടെ കപ്പാസിറ്റൻസ് എന്തൊക്കെയാണ്? C1, C2 and C3 ആണ് അല്ലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ സീരീസ് കോമ്പിനേഷന്റെ അകത്ത് ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും, പൊട്ടൻഷ്യൽ എന്താണ്? വേരിയന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ C1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? V1 ആയിരിക്കും. C2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? V2 ആയിരിക്കും. ആൻഡ് ഫൈനലി C3 അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയായിരിക്കും? V3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ വോൾട്ടേജ് എന്തായിട്ട് സ്പ്ലിറ്റ് ആയി? V1, V2, V3 ആയിട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞില്ലേ? അങ്ങനെയാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? യെസ്, നമ്മുടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് നിങ്ങൾക്ക് അറിയാം, V equal to Q by C ആണ്. അങ്ങനെയാണെങ്കിൽ V equal to നമുക്ക് എന്ത് പറയാം? Q by C ടോട്ടൽ ആയിരിക്കും നമ്മുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. താഴെ വന്നു അല്ലേ? V1 അക്രോസ് ആയിട്ട് അവിടെ ആരുണ്ടാവും? യെസ്, Q by C1 ഉണ്ടാവും. V2 അക്രോസ് ആയിട്ട് അവിടെ ആരുണ്ടാവും? Q by C2 ഉണ്ടാവും. ആൻഡ് ഫൈനലി V3 അക്രോസ് ആയിട്ട് അവിടെ ആരുണ്ടാവും? യെസ്, Q by C3 ഉണ്ടാവും. നോക്കിക്കേ, രണ്ട് സൈഡിലും Q എന്താണ്? കോമൺ ആയിട്ട് കിടക്കുകയല്ലേ? സോ ആ Q നെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് എന്ത് ഇക്വേഷൻ വരും? 1 by C ടോട്ടൽ ഈക്വൽ ടു 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3. ഇതാണ് നമ്മളുടെ എന്ത് സീരീസ് കോമ്പിനേഷന്റെ അകത്തുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? അപ്പൊ തകർക്കാം.